വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഒരു ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിപ്പാനും ഒക്കെ സ്വർഗം ഇടയാക്കി തന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ നാളുകളിലെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അകത്തെ മനുഷ്യനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞിടയ്ക്കെല്ലാം പഠിക്കുവാനിടയായി. ഇന്ന് അപ്പോസ്തലന്മാർ ആരാണ്, ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ദൈവസന്നിധി നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുകയും അതുപോലെ നമ്മൾ പഠിക്കുകയും ചെയ്തു. അതൊരുപാട് ജനത്തിന് അനുഗ്രഹപ്രദമായി തീരുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിലും നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ജീവനുള്ള വചനത്തെ നമ്മൾ കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ അകത്ത് ക്രിയ ചെയ്യണം. വചനം ക്രിയ ചെയ്യുമ്പോഴാണ് അത് വൃക്ഷമായും ഫലമായും മാറുന്നത്. ക്രിയ ചെയ്യുന്നില്ല എങ്കിൽ, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് വീഴപ്പെടുന്ന വിത്തിനെക്കുറിച്ച് പറയുന്നു. ചിലത് വഴിയോരത്ത് വീഴപ്പെട്ട വിത്തുണ്ട്, ചിലത് മുള്ളിനിടയിൽ വീഴപ്പെട്ട വിത്തുണ്ട്, ചില പാറസ്ഥലത്ത് വീഴപ്പെട്ടുണ്ട്. എന്നാൽ നല്ല നിലത്ത് വീണത് അത് 100 മേനിയായി ദൈവം അതിനെ മാറ്റും. ഹല്ലേലൂയ. വചനം അത് ക്രിയ ചെയ്യുന്നതാണ്. അത് ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഈ പകലിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തെ കേൾപ്പാൻ പോകുമ്പോൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ജീവനുള്ള വചനത്തെ ഞങ്ങൾ ഒരുമിച്ച് അതിനെ കൈക്കൊള്ളുവാൻ പോകുമ്പോൾ, അത് കേൾക്കുവാൻ പോകുമ്പോൾ അതൊരു മാനുഷിക ശബ്ദമല്ലാതായി മാറുകയും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയും ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് അടിയൻ്റെ നാവിനോട് കൂടെ ഇരുന്ന് കർത്താവേ അങ്ങയുടെ വചനത്തെ പറയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയന് പുകഴാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ലാതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തെ ക്രിയ ചെയ്യത്തക്ക രീതിയിൽ അതിനെ വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയനൻ്റെ ശരീരത്തെയും നാവിനെയും സ്വർഗത്തിലെ ദൈവത്തിന് ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് കൂടെ ഇരിക്കണമേ. കർത്താവെ, വചനത്തിൻ്റെ പൊരുളിനെ അങ്ങ് തിരിക്കണമേ, അങ്ങ് സംസാരിക്കണമേ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ, അനേക അത്ഭുതങ്ങൾ നടക്കണമേ, അടയാളങ്ങൾ നടക്കണമേ. കർത്താവെ, അനേകർ ഹൃദയത്തോട് ആത്മാവ് തുടരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മഹത്വവും ഞാൻ അങ്ങയ്ക്ക് നൽകുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ഹല്ലേലൂയ. നമ്മളിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണോ? എൻ്റെ കൂടെ ഉണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണോ? ആരോട് ചോദിക്കണം? ഹലോ, എൻ്റെ കൂടെ ഇല്ല. യഥാർത്ഥത്തിൽ ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടവനാണോ എന്ന് ആരോട് ചോദിക്കണം? പാസ്റ്ററോടാണോ ചോദിക്കണ്ടേ? ആരോട് ചോദിക്കണം? എന്നോട് തന്നെ ചോദിക്കണം. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ട യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്താഗതി എവിടെയാണെന്നറിയോ? ഞാൻ ഈ നാളുകളിൽ ഇത്രയും കാര്യമായി പഠിപ്പിച്ചു കൊണ്ടിരുന്നതിന് കാരണം യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. സകല മേഖലകളെ തെറ്റിക്കുന്ന ഒരു കാലം വന്നു. സകല മേഖലകളും നമ്മൾ വിഗ്രഹങ്ങളെ കൊണ്ട് ലോകങ്ങളും ദേശങ്ങളും നിറഞ്ഞു. വഴിത്തരകളിലും വഴിക്കോണുകളിലും അനേക വിഗ്രഹങ്ങൾ വന്നു. സമുദായങ്ങൾ പലരും ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് മനുഷ്യൻ എന്ന വിഗ്രഹത്തിൻ്റെ പുറയിൽ പോകാൻ തുടങ്ങി. രക്ഷിക്കപ്പെട്ട പലരുടെയും ഏറ്റവും വലിയ ദൈവം സമ്പത്തായി മാറി, ആരാധന മാറി. കാരണം യേശു പറയുന്നു, യേശു പരീക്ഷാ കാലഘട്ടത്തിനകത്ത് യേശു പറയുന്നുണ്ട്, സാത്താൻ പറയുന്നു, നീ എന്നെ വണങ്ങുകയാണെങ്കിൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് നൽകിത്തരാം. ആ ഒരു കാലഘട്ടത്തിൽ വന്നു നിൽക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടം എല്ലാം കാണുമ്പോൾ നമ്മുടെ അകത്തറിയണം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം എന്ന് നമ്മുടെ അകത്ത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഒരു ഒരുക്കം തുടങ്ങുന്നത്. ആ ഒരുക്കമാണ് നമ്മുടെ അകത്ത് വരേണ്ടത്. ഇന്ന് പകലും നമ്മുടെ അകത്തറിയണം, എന്തറിയണം? നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് നോക്കണം. നമ്മൾ പണ്ട് 2024 തുടക്കത്തിൽ കർത്താവ് ഒരു ചോദ്യം ഞാൻ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്നാണ് തോന്നുന്നത്.
എന്നോട് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ആർ യു ബോൺ അഗെയിൻ? നീ രക്ഷിക്കപ്പെട്ടവനാണോ? നീ വീണ്ടും ജനിക്കപ്പെട്ടോ? ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടവനല്ലേ. എപ്പോൾ ഞാൻ സ്നാനപ്പെട്ടതിൻ്റെ കഥ അവിടെ നിന്ന് പറയാൻ തുടങ്ങി. കർത്താവിൻ്റെ ആത്മാവിനെ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ തുടങ്ങി. ഞാൻ കർത്താവ് നിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കാറുണ്ട്. കർത്താവ് ചോദിക്കുന്ന, ആർ യു ബോൺ അഗെയിൻ? ഞാൻ പറഞ്ഞു, ഞാൻ രോഗികളെ സൗഖ്യമാറാക്കാണ് അങ്ങയുടെ നാമത്തിൽ. ഒത്തിരി കാര്യങ്ങൾ ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞു, നിന്റെ നാമത്തിൽ ഞാൻ ചെയ്യാറുണ്ട്. അനേകരോട് ഞാൻ സാക്ഷ്യം പറയാറുണ്ട്. അനേകരെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്താറുണ്ട്. എല്ലാം പറയുമ്പോഴും അവസാനം കർത്താവ്, ആർ യു ബോൺ അഗെയിൻ? എനിക്ക് ആൻസർ ഇല്ലായിരുന്നു. ഞാൻ ദൈവസന്നിധി കരയാനിടയായി. അന്ന് ഞാൻ നിലവിളിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ് നീ അറിയുന്നു, നീ മാത്രം അറിയുന്നെന്നെ, ആരും അറിയുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം വീണ്ടും എന്നോട് ദൈവത്തിൻ്റെ ശബ്ദം എന്നോട് ചോദിക്കുന്നു, നീ സഭയോട് ചോദിക്കണം, നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണോ എന്ന്. എത്ര പേർ ആഗ്രഹിക്കുന്നത് കേൾക്കുവാൻ? കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദോമോസ് എന്ന് പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. നിക്കോദിമോസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ നമ്മൾ പലപ്പോഴും എടുത്തു പോയിട്ട് ഇച്ചിരി വേഗത്തിൽ ഞാൻ കിടക്കും. നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യൻ ആരുടെ അരികിൽ വന്നു? യേശുവിന് അരികിൽ വന്നു. പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവൻ്റെ അടുക്കൽ വന്നു. അവനോട് റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന്. ഒരു മനുഷ്യൻ പറയുക, നോക്കിക്കോണേ, ഈ യേശുവിനെ നിങ്ങൾ പുറയിലോട്ടും ചിന്തിച്ചാൽ യേശു ആരുടെ മകനാ? യോസഫിൻ്റെയും മറിയയുടെ മകനാ ആണേ. എങ്ങനെ റിയലായിട്ട് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ യേശുവിനെ എങ്ങനെ അറിയത്തുള്ളൂ? ബൈബിൾ പറയുന്നുണ്ട്, ഇത് മറിയത്തിൻ്റെയും യോസഫിൻ്റെ തച്ചനായ യോസഫിൻ്റെ മകനായ യേശു അല്ലയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കോണേ, ഇവിടെ യേശുവിന് അരികിൽ ഒരുവൻ വരിക. അവൻ്റെ പേര് നിക്കോദിമോസ് എന്നാ. അവൻ വരുന്ന രാത്രിയിലാണ്. അവൻ വന്നിട്ട് യേശുവിനെ കുറിച്ച് ഒരു പറയുന്നൊരു വാക്ക്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്നും ഉപദേഷ്ടായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പൊ ഇവൻ വരുമ്പോഴേ ഒരു അടയാളം പറഞ്ഞു. എന്നാ അടയാളം? നീ ദൈവത്തിന്റെ. ഇത് നമ്മളോടുകൂടെ ഒന്ന് ചോദിച്ചോണേ ഇടയ്ക്കിടയ്ക്ക്. യേശുവിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു. മറിയത്തിൻ്റെയും തച്ചനായ യോസഫിൻ്റെയും മകനെന്ന് ആ ദേശക്കാർ മുഴുവൻ പറഞ്ഞു. ആ ദേശം മുഴുവൻ പറഞ്ഞു നിൽക്കുമ്പോൾ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിന് അരികിൽ വന്നിട്ട് പറയുകയാണ്, റബി, നീ ദൈവത്തിന് അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞാൻ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും പറ്റത്തില്ല. അപ്പം യേശു കർത്താവ് ദൈവത്തിൻ്റെ അരികിൽ നിന്ന് വന്നതാണെന്ന് ആര് പറയുന്നു? നാട്ടുകാർ പറയുന്നു. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണെന്ന് ആര് പറയണം? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ ഇടപാടുകൾ കാണുമ്പോൾ, നിങ്ങളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ ആര് പറയണം? പിടികിട്ടുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന. അകത്ത് കുത്തുകൊള്ളുമ്പോൾ ഉണ്ടായിരിക്കും, അതിനായി സ്തോത്രം. അപ്പൊ ആർക്ക് നിങ്ങൾ ആരാണെന്ന് ആരറിയണം? ജനം വന്ന് ജനത്തിനകത്ത് നിക്കോദിമോസ് യേശുവിനോട്, യേശുവിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു. ഈ നിങ്ങളുടെ അകത്തുനിന്ന് കിടക്കാൻ എങ്ങനെ പറഞ്ഞത്? അപ്പൊ യേശുവിന് അരികിൽ വന്നിച്ച് പറയുന്നു, നീ യഥാർത്ഥത്തിൽ ദൈവത്തിന് അരികിൽ വന്നവനാണെന്ന് വിശ്വസിച്ചു പറയും. എന്നിട്ട് പറയേ, ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശുവിനെ കുറിച്ച് പറഞ്ഞു. യേശു അതിനൊരു മറുപടിയും പറഞ്ഞു. 3-ാമത്തെ വാക്യം. യേശു അവനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിക്കപ്പെട്ടെങ്കിൽ മാത്രമേ
ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു പറയുന്നതിനൊക്കെ ഉപരി എന്ന് പറഞ്ഞു, ദൈവം കൂടെ ഇരിക്കണമെന്ന് വരികിൽ യേശു പറയുക, ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടവനായതുകൊണ്ട് എന്നോടുകൂടെ ആരുണ്ട്? നിങ്ങൾ കുറച്ചുകൂടെ എടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. യേശു പറയുന്നു, ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടവനായതുകൊണ്ട്. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടാൽ നിങ്ങളുടെ കൂടെ ആരുണ്ട്? സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പൊ യേശു പറയുന്നു, ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടവനാ. അതിനടയാളം പറയുവാണ്. ഇത് പറയുന്നു, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. ദൈവരാജ്യം ആർക്കും കാണാൻ കഴിയില്ല. അപ്പൊ ദൈവത്തിന്റെ അനുഭവം വരണമെങ്കിൽ വീണ്ടും ജനിക്കപ്പെടണം. എൻ്റെ കൂടെ ഉണ്ടോ? അത്ഭുതം കാണണമെങ്കിൽ, അടയാളങ്ങൾ കാണണമെങ്കിൽ, വിടുതൽ സംഭവിക്കണമെങ്കിൽ ദൈവരാജ്യം, ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കണം. യേശു പറയുന്നു, യേശുവിനെ കുറിച്ച് നിക്കോദിമോസ് പറയും, ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ പറ്റത്തില്ല. അപ്പം വീണ്ടും ജനിക്കപ്പെട്ട ഒരാളുടെ കൈകളിൽ എന്ത് നടക്കും? പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. നിക്കോദോമസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയില്ല. ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ എന്ത് ചെയ്യത്തില്ല? കടപ്പാൻ പറ്റത്തില്ല. അപ്പൊ സ്നാനത്തെ ദൈവം കൊണ്ടുവന്ന് വെച്ചു. ഇതിന്റെ പുറകിലേക്ക് നിങ്ങൾ എടുക്കണ്ട, പുറകിലേക്ക് പോകുമ്പോൾ സമയത്തിന്റെ കുറവാ. യേശു ക്രിസ്തു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുന്നു. ആണേ, തർക്കങ്ങൾ ഇതിനകത്ത് ഒത്തിരി വരുന്നുണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. യേശു ക്രിസ്തു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുന്നു. യേശു ക്രിസ്തു സ്നാനപ്പെട്ടതിന് ശേഷം കയറുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അവിടെ നിന്നൊരു ശബ്ദം വരുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു പ്രാപിക്കപ്പെട്ടത് ഇവിടെ പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പത്തില്ല. അപ്പൊ യേശു ക്രിസ്തു എനിക്ക് അടയാളമാണ്. യേശു എന്ത് ചെയ്തു? വെള്ളത്തിൽ യേശു സ്നാനപ്പെട്ടു. 2, ആത്മാവിന്റെ നിറവ് യേശുവിന്റെ മേൽ വന്നു. യേശു പറയുന്നു, ഈ പ്രവൃത്തി ചെയ്തെങ്കിൽ മാത്രമേ, വീണ്ടും ജനിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവരുടെ കൂടെ ആരുള്ളൂ? സ്വർഗത്തിന്റെ അനുഭവം, ദൈവം അവരുടെ കൂടെ ഇരിക്കത്തുള്ളൂ. രണ്ടാമത് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിക്കോദിമോസ് ചോദിക്കുന്നു, നിന്റെ കൂടെ സ്വർഗം, ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഈ പ്രവർത്തികൾ ചെയ്യുവാൻ പറ്റത്തില്ല. അപ്പൊ യേശുവിന്റെ കൂടെ, അപ്പൊ യേശു പറയുന്നു, വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു പറഞ്ഞാൽ ആ ദൈവിക അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുള്ളൂ. ഇന്ന് പകൽ ചിന്തിച്ചോണം, ദൈവ അനുഭവത്തിനകത്താണോ നമ്മൾ നിൽക്കുന്നത്? വീണ്ടും ജനിക്കപ്പെട്ടവന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലുള്ള, വീണ്ടും ജനിക്കപ്പെട്ടവൻ എങ്ങോട്ട് പോകാൻ നിൽക്കുക? കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവനാ. ഇവിടുത്തെ ഇതൊന്നുമല്ല. അതാ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇവിടുത്തെ ചുറ്റിപ്പറ്റിയുള്ളതല്ല നമ്മുടെ ജീവിതത്തിനകത്ത് നിൽക്കേണ്ടത്. ഇവിടുത്തെ ജീവിതത്തിനകത്ത് വന്നു ചേരുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ കരുതലാണ്. ദൈവം നിന്നെ പോറ്റി പുലർത്തിക്കോളാം ദൈവം വാഗ്ദത്തം ചെയ്തു. ഇവിടെ വരുന്നതെല്ലാം ബോണസ് പോലെ വന്നു ചേരുന്നതാ. ഇവിടെ ദൈവം പറഞ്ഞു, രാത്രിയിലെ പകലിലെ ഭാഗത്തിലെ പറഞ്ഞ അത്രത്തെ ഒന്നും നീ പേടിക്കണ്ട, ഞാൻ കാത്തുള്ള ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, അറ്റരികത്ത് നെറ്റിരിക്കുന്ന തക്ക ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ നീ ആയിത്തീരും. ഇതെല്ലാം ദൈവം നമ്മുടെ മേൽ വാഗ്ദത്തം ഇട്ടിരിക്കുക. പക്ഷെങ്കിൽ ദൈവം വെച്ചിരിക്കുന്നത് എവിടെയാ? നിത്യമായ സ്വർഗത്തിന് നമ്മളെ അവകാശിയാക്കുക. അതിൽ പോകണമെന്ന് വരികിൽ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കപ്പെടണം. വീണ്ടും ജനിക്കപ്പെടുന്നവൻ്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന് ഇതാർക്ക് മനസ്സിലാകണം? ഹലോ,
നമുക്ക് മനസ്സിലായിട്ട് വലിയ കാര്യം. എൻ്റെ കൂടെ കർത്താവുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ ഹോളിനകത്ത് കിടന്ന് തുള്ളിച്ചാടിയിട്ടൊന്നും കാര്യമില്ല. ആർക്ക് മനസ്സിലാക്കണം? ദേശക്കാർക്ക് മനസ്സിലാകണം ഇവന്റെ കൂട്ടത്തിൽ സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന്. രക്ഷിക്കപ്പെട്ടവരുടെ അടയാളമാണ് ഞാൻ ഈ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവൻ ഒരു അടയാളമാണ് ഏതിന്? ദേശത്തിനകത്ത്. ഇന്ന് പകൽക്കാലം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ബോണഗെയിനായ ഒരു മനുഷ്യൻ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാൽ അവിടെയുള്ള ഭൂതങ്ങൾ ഇളകപ്പെടാൻ തുടങ്ങണം. ആമീൻ. എത്ര പേരുടെ കൂടെ വരുന്നുണ്ട്? ഞാൻ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആമീൻ. അകത്ത് ആത്മാവിന്റെ ശക്തി അകത്തുള്ളവൻ രോഗികളുടെ മേൽ കരം വെച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. അവിടെ ജനം പറയും ദൈവം നിന്നോട് കൂടെ ഇരിപ്പുണ്ട്. നിക്കോദീമോസ് പറയുവാൻ കാരണം യേശു ചെയ്യുന്ന അടയാളങ്ങൾ ഏതാ? 2-ാം അധ്യായത്തിനകത്ത് കിടപ്പുണ്ട്, എടുക്കണ്ട. 2-ാം അധ്യായത്തിനകത്ത് പറഞ്ഞത് കാനാവിലെ കല്യാണത്തിന് യേശു അത്ഭുതങ്ങൾ ചെയ്തു. നിക്കോദീമോസ് യേശുവിന്റെ അരികിൽ വരുമ്പോൾ യേശു ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ട് പറയുന്നു, നിന്റെ കൂടെ സ്വർഗത്തിലെ ദൈവമില്ലെങ്കിൽ നിനക്ക് ഈ അടയാളങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉടനെ ചോദിക്കുക, എനിക്കും ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്ന അറിയാനാ ചോദിക്കുമ്പോഴാണ് പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയത്തില്ല. എന്നിട്ട് 6-ാമത്തെ ഒരു വാക്യം പറയുവാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. ഇതൊക്കെ വിശ്വസിച്ച് ഏറ്റെടുത്താൽ ജഡം മാറി ആത്മാവാകും. ഇന്നും രക്ഷിക്കപ്പെട്ട് ബോണഗെയിൻ പറയുമ്പോൾ ജഡത്തിൽ ജീവിക്കുന്നവരുണ്ട്. ഇവര് ദൈവരാജ്യത്തിൽ കിടക്കുവോ? ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, എൻ്റെ കുഞ്ഞുങ്ങൾ അവർ നിലനിൽക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? എൻ്റെ കൂടെ നിങ്ങളൊന്ന് വന്നേ. ഞാൻ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, ഞാനും ഇവരുടെ പോയി ഒരുമിച്ച് സ്നാനപ്പെട്ടു. ഇവര് എൻ്റെ മക്കൾ സ്നാനപ്പെടുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടല്ലെങ്കിൽ അത് ജഡത്തിന്റെ സ്ഥാനമാണ്, ജഡത്തിലാണ്. ഇവിടെ പറയുന്ന വാക്ക് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഞാൻ ഈ നാളുകളിലെല്ലാം നിങ്ങളോട് പറഞ്ഞു, ആരാൽ നടത്തപ്പെടുന്നവരായി മാറണം? പരിശുദ്ധാത്മ ആത്മാവിൽ നടത്തപ്പെടുന്ന. ആത്മാവിൽ ഒരു വ്യക്തി നടത്തപ്പെടാൻ തുടങ്ങിയാൽ അവരുടെ പ്രതിസന്ധിയുടെ മുന്നിൽ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആത്മാവിൽ ഒരുവൻ നയിക്കപ്പെടാൻ തുടങ്ങിയാൽ അവന്റെ ജീവിതത്തിനകത്ത് നിന്ദിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. പത്രോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പത്രോസ് നിന്ദിക്കപ്പെടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ദൂതന്മാർ ഇറങ്ങാൻ തുടങ്ങി. ദൂതന്മാർ വന്നു, വാതിലുകൾ തുറന്നു. ഒന്നാം ഗേറ്റും 2-ാം ഗേറ്റും തുടങ്ങി. ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു വാക്ക് കിടപ്പുണ്ട്. ഈ ദൂതന്മാർ അവിടെ വരുമ്പോ പട്ടണത്തിന്റെ വാതിൽ തനിയെ തുറക്കപ്പെടുവാൻ തുടങ്ങി. ഇന്ന് പകൽ ആത്മാവിൽ ഒരുവനെ ദൈവം നടത്താൻ തുടങ്ങിയാൽ നിനക്ക് അസാധ്യത്തിനെ ദൈവം തമ്മിൽ സാധ്യമാക്കും. നീ ചിന്തിക്കാത്ത വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ തുടങ്ങും. ഇന്ന് പകൽ അറിയാം, നീ ദേശത്തിനകത്ത് ഒരടയാളമാണ്. ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നതാണ്. ഇതാണ് രക്ഷിക്കപ്പെട്ടവന്റെ അടയാളം എന്ന് പറയുന്നത്. ദൈവം അവനോട് കൂടെ ഇരിക്കുന്നതാണ്. ഹല്ലേലൂയ. എങ്ങനെ കൂടെ ഇരിക്കുന്നത് ഞാൻ കൊണ്ടുവരാൻ പോവുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വേഗത്തിലെടുത്തു 9-ാമത്തെ വാക്യം. 1:9. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം 4-ലേക്ക് ഒന്ന് പോയിക്കേ ബ്രദറെ. 4-ാമത്തെ വാക്യം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിക്കുകയില്ല. വെളിച്ചത്തെ ഇരുളിനെ പിടിച്ച് അടക്കാൻ പറ്റത്തില്ല. യോഹന്നാൻ സൂചന 10:10 വരും പറയുന്നു, പിശാച് വരുന്നത് അറക്കാനും മുട്ടിക്കാനും മോഷ്ടിപ്പാനാണെങ്കിൽ യേശു വരുന്നത് സമൃദ്ധിയായി അവന്റെ ജീവനെ പകരപ്പെടുവാനാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഇരുളും വെളിച്ചവും എന്ന് പറയുന്നത്, വെളിച്ചം ഇരുളിൽ എന്ത് ചെയ്യും? പ്രകാശിക്കും. ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. ഇരുളിൽ അതിനെ പിടിച്ചടക്കാൻ പറ്റും. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ അറിയണം,
ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ദൈവത്തിന്റെ പ്രകാശം വെളിപ്പെടുവാൻ തുടങ്ങും. അന്ധകാരം ഭൂമിയെ മുഴുവൻ മൂടിയാലും, ജാതികളെ മുഴുവൻ മൂടിയാലും, ദൈവത്തിന്റെ വിളിയുള്ളവനെ ദൈവം അവന്റെ മേൽ പ്രകാശിക്കുന്നവനായി മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും. യെശയ്യാവിന്റെ 60 പറയുന്നു, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നവനാണ്. ഇന്ന് പകൽക്കാലം പറയണം, അവൻ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളിനോ അതിനെ പിടിച്ചടക്കിയില്ല. ബോൺ അഗൈൻ, രക്ഷിക്കപ്പെട്ടവൻ. ആമീൻ. 6-ാമത്തെ വാക്യം, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം അവൻ ആരെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു? വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവൻ വെളിച്ചമായിരുന്നില്ല. വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടവനത്രേ. വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാനത്രേ വന്നത്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ട് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നു. അപ്പൊ നിങ്ങൾ ഓർത്തു നോക്കിയേ, ഏത് മനുഷ്യൻ എന്ന് പറയുന്നതിനകത്ത് ആരുണ്ട്? നമ്മളുണ്ടല്ലോ. നമ്മളെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പറയണം, ഈ വെളിച്ചം നമ്മുടെ മേലുണ്ടോന്ന്. അടുത്ത വാക്യം, അവൻ ലോകത്തിലുണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരമുള്ളവായി. ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ഓർത്തു നോക്കണം, ഈ ലോകത്തിലേക്ക് ഈ സത്യ വെളിച്ചം വന്നുകൊണ്ടിരുന്നു. ഞാൻ ആയിരുന്ന എവിടെയാ? ഇരുളിലായിരുന്നു. ഞാൻ ഈ വെളിച്ചത്തിലേക്ക് വന്നു. എങ്ങനെ വന്നേ? രാവിലെ കയറി നിൽക്കുമായിരുന്നു വെളിച്ചത്തിലേക്ക്? അല്ല, അവനെ, യേശുവിനെ ഞാൻ കൈക്കൊണ്ടു. എന്തായിട്ട്? എൻ്റെ കർത്താവായിട്ട്, എൻ്റെ രക്ഷകനായിട്ട്, എൻ്റെ വഴികാട്ടിയായിട്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവില് സർവ്വതും അവനിൽ ഞാൻ ഏൽപ്പിച്ചു. ഇവിടെ പറയുന്നു, അവനെ കൈക്കൊണ്ടു ഞാൻ, അവൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് പറയാം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പം ഓർത്തു നോക്കണം, എനിക്ക് അർഹതപ്പെട്ടതിലേക്കാണ് ഞാൻ വന്നേ. പിടികിട്ടിയോ? കഴിഞ്ഞ ആഴ്ച ചിലർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. പിന്നെ പഴയ നിയമകാലത്ത് ദാസന്മാരല്ലാതെ മക്കളായിരുന്നു. ഇതിൻ്റെ മറുപടി എവിടെ പറയുന്നേ? എനിക്ക് ഒരിക്കലും മക്കളാകാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ജാതീയനാ. മക്കളെന്ന് പറയുന്ന ഇസ്രായേൽ ജനമാ, ദൈവത്തിൻ്റെ സ്വന്തം ജനം. എനിക്കാകാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഞാൻ ആയത് എങ്ങനെ മുഖാന്തരം? എൻ്റെ രക്ഷകനായ യേശുവിനെ ഞാൻ കൈക്കൊണ്ടു. ഞാൻ അവനെ വിശ്വസിച്ചു. അവനോട്, അവൻ്റെ മരണത്തോട് ഞാൻ അനുരൂപപ്പെട്ടു. എൻ്റെ കർത്താവ്, നീ എന്നെ നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് അവനെ ഞാൻ കൈക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാവുവാൻ അവൻ അവകാശം കൊടുത്തു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്. എത്ര പേര് വിശ്വാസത്തോടെ അറിയുന്നുണ്ട്? ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു കൊണ്ടുവരുന്നതിന് കാരണം, നിങ്ങൾ യഥാർത്ഥ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഓരോ വഴികൾ ഈ പകൽ ദൈവത്തെ തുറക്കപ്പെടുവാൻ തുടങ്ങും. ആമീൻ. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുന്നവരികിൽ, ഇന്ന് അത്ഭുതങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൈപിടിക്കുവാൻ തുടങ്ങും. ഇതിനെ ദൈവം തമ്പുരാൻ സാധ്യമാക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയാം, ഒരുവനോട് കൂടെ ദൈവം ഇരിക്കാൻ തുടങ്ങിയാൽ അവൻ ഒരു അത്ഭുതമായി സ്വർഗം മാറ്റാൻ പോകുകയോ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തെ നോക്കി, നിന്റെ തലമുറയെ നോക്കി ദേശക്കാർ പറയും, അവരുടെ കൂടെ ദൈവമുണ്ടെന്ന്, അവർ ദൈവമുണ്ടെന്ന്. നിക്കോദീമോസ് വിളിച്ചു പറയുന്നു, നിന്റെ കൂടെ സ്വർഗമില്ലെങ്കിൽ ഈ അടയാളം ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്റെ ഭവനത്തെ നോക്കി നാട്ടുകാർ പറയണം, ഇവരുടെ കൂടെ ദൈവമുള്ളത് കൊണ്ടാണ് ഇവർ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പറയത്തക്ക തലത്തിലേക്ക് ഈ വചനം തീരുമ്പോൾ അത് ദൈവപ്രവൃത്തിയായി മാറിക്കഴിയും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആർ യു ബോൺ അഗൈൻ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ ചോദിക്കുന്നു. എന്നിട്ട് 13-ാമത്തെ വാക്യം പറയുന്നു, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്നത്രേ നമ്മൾ ജനിച്ചത്.
ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവരാണ്. ആമീൻ. എന്നതാ? ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവരാണ് ബോൺ അഗെയിൻ. വീണ്ടും ജനിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത് ആരിൽ ജനിക്കപ്പെട്ടവനാ? ദൈവത്തിൽ ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പെട്ടവൻ, ദൈവത്തിൻ്റെ കൂളിംഗ് ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ദൈവം നിന്നോട് കൂടെ ഇരിക്കാൻ തയ്യാറാകുന്നവൻ. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകാവുക. ദൈവം നിന്റെ ഭവനത്തിൽ നിന്നെ അടയാളമാക്കാൻ പോവുക. ഈ പകൽ പരിശുദ്ധാത്മാവിൽ അറിയാം, 2024 തുടക്കത്തിൽ ദൈവം എന്നോട് പറഞ്ഞു അടയാളങ്ങളെ ആക്കാൻ പോവുകയാണ്. ഓരോ വ്യക്തികളെ അടയാളമാക്കി ദൈവം മാറ്റും. എനിക്ക് അന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ വചനത്തെ എൻ്റെ മേൽ തരണമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു. ദൈവം ഒരുവന്റെ കൂടെ ഇരിക്കാൻ തുടങ്ങിയാൽ അവൻ ഒരു അടയാളമായി മാറാൻ പോവുക. നീ ചെല്ലുന്ന ദേശത്ത് ഒരു അടയാളമാകാൻ പോവുക. നീ ആയിരിക്കുന്ന പട്ടണത്തിൽ നീ ഒരു അടയാളമാകാൻ പോവുക. നീ ആയിരിക്കുന്ന ഗ്രാമത്തിൽ നീ ഒരു അടയാളമാകാൻ പോവുക. കാനാവിലെ കല്യാണത്തിന് യേശു ഒരു അടയാളമായിരുന്നു. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ആമീൻ. കാനാവിലെ കല്യാണത്തിന് ചെന്നവർ അനേകരാണ്. കാനാവിലെ കല്യാണത്തിന് ചെന്നവർ അനേകരുണ്ട്. യേശുവിന്റെ കൂടെ ശിഷ്യന്മാരുണ്ട്. പക്ഷെ യേശു അവിടെ അടയാളമാകാൻ തുടങ്ങി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നീ ഒരു അടയാളമാകാൻ പോവുകയാണ്. ആമീൻ. നീ ചെല്ലുന്നിടത്ത് ദൈവം നിന്നെ അടയാളമാക്കാൻ പോവുകയാണ്. വിശ്വസിക്കുക, കരങ്ങൾ ഉയർത്തി ആ നല്ല കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ. ഹല്ലേലൂയ. അടയാളത്തെ പിടികിട്ടുന്നു നിങ്ങളുടെ അകത്ത്. കാനാവിലെ കല്യാണത്തിന് ആമി യേശുവിനെ ക്ഷണിച്ചിരുന്നു, ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു. അവ ചെന്നത് യേശു അടയാളം ചെയ്യാൻ ചെന്നൊന്നുമല്ല. അവിടെ യേശു അവിടെ ചെന്നു. ആമി അവരുടെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അവിടുന്ന് വീഞ്ഞു തീർന്നു പോയി. യേശു അവിടെ ഒരു അത്ഭുതം ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാലം അകത്തെഴുതി വെച്ചോ. വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലിന്റെ അകത്തെഴുതോ. ആമേ, നിന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ ചില അത്ഭുത കയറുന്നിടത്ത് ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. നീ ചെല്ലുന്നിടത്ത് ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. നിന്റെ ഭവനത്തിൽ അത്ഭുതം നടക്കാൻ പോവുകയാണ്. ആമേൻ. നിന്റെ ഓഫീസിൽ അത്ഭുതം നടക്കാൻ പോവുകയാണ്. നീ ചെല്ലുന്ന ചന്തസ്ഥലത്ത് അത്ഭുതം നടക്കാൻ പോവുകയാണ്. ആമേൻ. നീ ചെല്ലുന്ന ഹോസ്പിറ്റലിൽ അത്ഭുതം നടക്കാൻ പോവുകയാണ്. ദൈവം നിന്നോട് കൂടെ ഇരുന്നാൽ നീ ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. ഓ, വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പം വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലിനറിയണം, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ അടയാളങ്ങളുമാക്കി ദൈവം മാറ്റും. ആമീ. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ആമീ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3:2. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നവനോട്, അവന്റെ അടുക്കൽ വന്നു, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന്. അപ്പൊ ഇവിടെ ഓർത്തേ, നീ ദൈവത്തിന്റെ അരികിൽ നിന്ന് വന്നവനെന്ന്. റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ല എങ്കിൽ. അവിടെ പറയുന്ന വാക്കിനടി നിങ്ങൾ ബൈബിൾ അണ്ടർലൈൻ ചെയ്തോണം, വരയിട്ടോണം അടിയിൽ. എന്നാ പറഞ്ഞേക്കുന്നേ? ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ, ഈ ചെയ്യുന്ന അടയാളങ്ങൾ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ചോദിക്കുക നിങ്ങളോട്, അറിയപ്പോണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? ഹല്ലേലൂയ. ഒരു സാധാരണ മനുഷ്യൻ നിക്കോദിമോസ് യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ കൂടെ ദൈവമുണ്ട്. ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ആരെങ്കിലും പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്ന്? നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്ന് ഈ അടയാളം ചെയ്യുവാൻ, നിങ്ങളുടെ കൈകളിൽ നടക്കുന്ന അത്ഭുതം കണ്ടിട്ട് ലോകം പറയണം ഈ അടയാളം ചെയ്യുവാൻ കാരണം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം, അത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചവനുള്ളതാണ്. വീണ്ടും ജനിക്കപ്പെട്ടവന്റെ കൈകളിൽ അത്ഭുതങ്ങൾ നടക്കും. ഓ, വിശ്വസിക്കുന്നവർ, വീണ്ടും ജനിക്കപ്പെട്ടവന്റെ കൈകളിൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ ദേശത്തിനകത്ത് ഒരടയാളമായി ദൈവം മാറ്റും. നിക്കോദിമോസ് യേശുവിനെ അരികിൽ വന്ന് പറഞ്ഞതിന്റെ കാരണം പിടികിട്ടിയോ? ദൈവത്തിന്റെ അരികിൽ നിന്ന് വന്നതെന്ന് എനിക്ക് നല്ല ബോധ്യം. കാരണം പറയുക, ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. ആർ യു ബോൺ അഗൈൻ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവനാണോ? വീണ്ടും ജനിക്കപ്പെട്ടവനാണോ? ഹലോ, ദേശത്തിനകത്ത് ദൈവം നിന്നെ അടയാളമാക്കാൻ വെച്ചേക്കുന്നേ. നിന്റെ ദൈവദാസനെ അല്ല അടയാളമാക്കിയേക്കുന്നത്, നിന്നെ അടയാളമാക്കി. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഉടനെ ആരെങ്കിലും ഒരു രോഗികൾ വന്നാൽ ഉടനെ ഫോൺ എടുത്ത് വെച്ച്, കർത്താവിൻ്റെ ദാസനെ എവിടെയാ? ഇന്നടത്തുണ്ട്, ഒന്ന് വരാവോ? എന്തിനാ? ഞങ്ങളുടെ അടുത്തൊരു രോഗിയുണ്ട്, അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. വിളിക്കില്ലേ? വിളിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ, വിളിക്കല്ലേ? വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ
ആ ദേശത്ത് തമ്പുരാൻ നിന്നെ ആക്കിയിട്ടുണ്ട്. ആ ദേശത്ത് ദൈവം ആക്കിയിട്ടുണ്ട്. ആമേൻ. ദൈവദാസന്റെ കൂടെ ഇരിക്കുന്നത് പോലെ തന്നെ നിന്നോട് കൂടെയും ദൈവം ഇരിക്കുന്നതാ. അവിടെയുള്ള ദേശക്കാര് പറയണം, ആ മനുഷ്യന്റെ കൂടെ അല്ല ദൈവം ഇരിക്കുന്ന, നിങ്ങളുടെ കൂടെയും ദൈവം ഉണ്ടെന്ന് പറയണമെങ്കിൽ ദൈവം നിന്നെ അടയാളം ചെയ്യുവാനാ വിളിച്ചിരിക്കുന്നത്. ഓ, എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിൽ ഈ സഭയിലായിരിക്കുന്നവരറിയണം, ദൈവത്താൽ നിങ്ങളൊരു അത്ഭുതമാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ നടന്ന രക്ഷിക്കപ്പെട്ടവരെ ഞാൻ കൊണ്ടുവരാൻ പോവാ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 5-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന്, യേശുവിന്റെ കൂടെ നടന്നാണ്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവനാണ്, സ്നാനപ്പെട്ടവനാണ്, വീണ്ടും ജനിക്കപ്പെട്ട ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു. അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവരാരെ കുറിച്ച് പ്രസംഗിച്ചു? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളോട് പറഞ്ഞായിരുന്നു എൻ്റെ വിശ്വാസം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞെടുക്കണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവുമെന്ന് പറയാൻ പകരം ക്രിസ്തുവിൻ്റെ സാക്ഷികളാവുമെന്ന് വായിക്കുന്ന ഏറ്റവും നല്ലേ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ പകർന്നേക്കുന്ന ആരെ പറയാനാ? യേശുവിനെ പറയാം. ഇത് ഓർത്തോണം, ദാവീദിനെ ഗോലിയാത്തിനും പറയാനല്ല. ആരെക്കുറിച്ച് പറയാനാ? യേശുവിനെ പറയാനാ. ഇവിടെ നോക്കിക്കോണം, അതിനെ ഒന്ന് തെളിയിക്കാൻ പോവാ. പരിശുദ്ധാത്മാവുള്ളവൻ, ദൈവത്തിന്റെ ആത്മാവുള്ളവൻ ഫിലിപ്പോസ് എവിടെ ചെന്നു? ശമരിയ പട്ടണത്തിൽ ചെന്നു. എന്നിട്ട് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ ആരെ പ്രസംഗിച്ചാലേ അത്ഭുതം നടക്കത്തുള്ളൂ. ഇത് ഓർത്തോണം, ആരെ പ്രസംഗിച്ചാലേ അത്ഭുതം നടക്കുകയുള്ളൂ. ദാവീദിനെ പറഞ്ഞിട്ടൊരു പ്രവചനം ഉണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തോണം, അതൊന്നും ഫലിക്കത്തില്ല. അത് കേട്ടപ്പോൾ നല്ല സന്തോഷമാണ്. ആരെക്കുറിച്ച് പറയാനാ ദൈവം വിളിച്ചിരിക്കുന്നേ? യേശുവിനെ കുറിച്ച് പറയുവാനാ. ആരാ വരാനിരിക്കുന്നത്? യേശു നമ്മളെ ചേർക്കാൻ വരുന്നത്, അവനെക്കുറിച്ച് പറയുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു ഫിലിപ്പോസ്, വായിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുക. ഫിലിപ്പോസ് വീണ്ടും ജനിക്കപ്പെട്ട ഒരാളാ അല്ലേ? സംശയം വല്ലതും ഉണ്ടോ? നിങ്ങളെപ്പോലെ തന്നെ വീണ്ടും ജനിക്കപ്പെട്ട ഒരാളാണ് ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് ആരെക്കുറിച്ച് പറഞ്ഞു? യേശുവിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അടയാളങ്ങൾ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുക. അടയാളങ്ങൾ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്താൽ. നിക്കോദീമോസ് യേശുവിന് അരികിൽ വന്നപ്പോഴോ? നിങ്ങളുടെ അകത്ത് നിൽക്കാൻ വേണ്ടി ഞാൻ പറയുന്നേ, നീ ദൈവത്തിന് അരികിൽ നിന്നൊന്ന് ഉപദേഷ്ടാവാന്ന് ഞങ്ങൾ അറിയുന്നു. ഇല്ലെങ്കിൽ ഈ അടയാളങ്ങൾ ആർക്കും ചെയ്യുവാൻ പറ്റത്തില്ല. ഇവിടെ യേശുവിൻ്റെ കൂടെ നടന്ന ഫിലിപ്പോസ്, യേശുവിനെ കൈക്കൊണ്ടവനായ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ പറയുന്നു ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളും പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ കൈകളിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും, അടയാളങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ ജനം വിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മേൽ ഇട്ടിരിക്കുന്ന ശുശ്രൂഷ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങളൊരു സാധാരണക്കാരനായിരിക്കാം, പക്ഷെ അസാധാരണനായവൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങളൊരു സാധാരണ മനുഷ്യരായിരിക്കും, പക്ഷെ അസാധാരണനായ ഒരുവൻ നിങ്ങളുടെ കൂടെ വരുവാൻ. അതുകൊണ്ടാണ് പറഞ്ഞ് മരിച്ചവരെ ഉയർപ്പിക്കുക, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഭവനങ്ങളിൽ വെളിപ്പെടണം. ഇവിടെ പറയുന്നു അവർ ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. വായിച്ചേ. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്ന് അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ആ പട്ടണത്തിൽ വലിയ സന്തോഷമായി. അപ്പൊ നോക്കിയേ, വീണ്ടും ജനിക്കപ്പെട്ട ഒരാളുടെ കൈകളിൽ എന്ത് നടക്കുന്നുണ്ട്? വീണ്ടും ജനിക്കപ്പെട്ടവരുടെ കൂടെ ആരുണ്ട്? പിന്നെ എന്നെ ഫോൺ ചെയ്യണോ? നിങ്ങളുടെ അകത്തൊരു സംശയമുണ്ട്, നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടതാണോ? ഞങ്ങളുടെ ദൈവദാസം വന്നാലേ ഭൂതം പുറത്തു പോകത്തുള്ളൂ. ഇത് നിങ്ങളെ ഞാൻ മുതലെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇത് ഞാൻ നിങ്ങളെ കൊണ്ട് മുതലെടുക്കും. ഞാൻ വരുന്നതിനൊക്കെ ചിലവുണ്ട്, പക്ഷെ നിങ്ങളിൽ ഒരുവനുണ്ട്.
യോഹന്നാൻ പറഞ്ഞു, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ഓ, പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ മേൽ ഈ പവർ, നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടത് പൈതലാണെങ്കിൽ വീണ്ടും ജനിക്കാം. നിങ്ങളുടെ മേൽ ആരുണ്ട്? നിങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് ബന്ധനമുണ്ട് വസ്ത്രേ. വീടിനടുത്ത് 2 മുട്ട കടന്നാൽ മനസമാധാനം കെടുക വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലിന്. ആ മുട്ട എടുത്തുകൊണ്ട് പൊരിച്ച് കറി വെക്കാൻ അറിയത്തില്ല, പേടിച്ചിരിക്കുക മുട്ടയുടെ പുറകിൽ. നിങ്ങൾ ആരാ? നിങ്ങൾ ദൈവ മക്കളാ. പിടികിട്ടുന്നോ? നിങ്ങൾ ആരാന്നകത്തുനിന്ന് പിടികിട്ടിക്കേ. ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ മകനാണ്. ആമേ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവ മക്കളാവുവാൻ അവൻ അധികാരം തന്നു. ഇന്ന് പകൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അറിയുന്നതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പോസിനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഫിലിപ്പോസ് ദൈവ പൈതലായി മാറിയപ്പോൾ അവൻ വീണ്ടും ജനിക്കപ്പെട്ടപ്പോൾ അവൻ ചെന്ന പട്ടണത്തിനകത്ത് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കപ്പെടുകയും ഭൂതങ്ങൾ പുറത്തു പോവുകയും അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇവൻ ആരാന്ന് പറഞ്ഞാൽ ഇവൻ വീണ്ടും ജനിക്കപ്പെട്ടവനെന്ന് സ്വർഗം പറഞ്ഞെങ്കിൽ അവിടെയുള്ളവർ പറഞ്ഞു, ഇവന്റെ കൂടെ സ്വർഗത്തിലെ ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പള്ളിച്ചു പറയണം, എന്റെ കൂടെ എന്റെ കർത്താവുണ്ട്, എന്റെ തലമുറയുടെ കൂടെ എന്റെ കർത്താവുണ്ട്. ഓ, അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. അബ്രഹാം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചവൻ എന്റെ ഉപനിധിയായവനാ, അവൻ എന്നോട് കൂടെയുണ്ട്. അമ്മയെ വിളിച്ചു പറയുമ്പോൾ അബ്രഹാമിനോട് കൂടെ ഇരുന്ന ദൈവം ഇസ്ഹാക്കിനോട് കൂടെ ഇരുന്ന ദൈവമുണ്ടെങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ അറിയണം, നിന്നോട് കൂടെ ഒരു ദൈവമുണ്ട്. നീ ഒരു അടയാളമാണ് ദേശത്തിനകത്ത്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പം വീണ്ടെടുക്കപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയോ? യേശുവിനെ നിക്കോദീമോസ് വന്നിട്ട് പറയുന്നു, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു പോകുന്നു. നിക്കോദീമോസ് വന്നിട്ട് പറയുന്നു, നിന്നോടുകൂടെ ദൈവമില്ലെങ്കിൽ നീ ഉപദേഷ്ടാവായി, ദൈവത്തിന് അരികിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ നിന്റെ കൈകളിൽ ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ അടയാളം നടക്കത്തില്ല. സാധാരണക്കാരനായ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവന്റെ കൈകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. അവിടെയുള്ള ജനം പറഞ്ഞു, ഇവനോട് കൂടെ ദൈവമുണ്ട്, കാരണം അവൻ വീണ്ടും ജനിക്കപ്പെട്ട ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ടവന്റെ കൈകളിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. ആ ദേശത്തിനകത്ത് ദുരാത്മ ശക്തി ഉണ്ടെന്നല്ല പറയുന്നത്, അവിടെ ബാധ ഉണ്ടെന്നല്ല പറയുന്നത്. ബാധയെ ജയിച്ച ഒരുവൻ എന്നോട് കൂടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണോ? ഹലോ, ഹല്ലേലൂയ. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണോ? നിങ്ങളുടെ അകത്തൊരു ധൈര്യമുണ്ടോ? അത്ഭുതങ്ങൾ നിങ്ങളുടെ കൈകളിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 31-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3:31. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു. ഭൗമികമായത് സംസാരിക്കുന്നു. അവൻ ഭൗമികമായ സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്ത് സാക്ഷീകരിക്കുന്നു. അവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സാക്ഷീകരിക്കുന്നു. അവൻ യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കണമെങ്കിൽ എവിടുന്നുള്ള ആത്മാവ് വരണം? സ്വർഗത്തിൽ നിന്നുള്ള ആത്മാവ് വരണം. വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ മേൽ ഇരിക്കുന്ന ആത്മാവ് സ്വർഗത്തിന്റെ ആത്മാവാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ്, സ്വർഗത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഒരു ചങ്ങലയ്ക്കും നിന്നെ ബന്ധിക്കാൻ പറ്റത്തില്ല. ആമേ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നിന്റെ ഭാവിയോ നിന്റെ തലമുറയുടെ ഭാവിയോ അടയ്ക്കാൻ പല പദ്ധതികൾ ഒരുക്കിയാലും ഒന്നും നടക്കത്തില്ല. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. കാരണം സ്വർഗത്തിന്റെ ആത്മാവ് നിന്നെ വഴി നടത്തുവാൻ തുടങ്ങുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ അറിയണം. ഒന്ന് വിചിന്തനം ചെയ്തു ഞാൻ ബോൺ അഗൈൻ ആണോ എന്ന്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. സമയത്തിന്റെ കുറവ്, വേഗത്തിൽ ഞാൻ കടന്നു വരുന്നതിന്റെ കാരണം. ഹല്ലേലൂയ. നമുക്ക് അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. യോഹന്നാന്റെ 17:3. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണ്. കണ്ടോ? നിത്യജീവന്റെ ഉടമ്പടിക്കകത്ത് ആര് വരുന്നുണ്ട്?
വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അറിയേണ്ട സത്യം എന്നാണ്, ഏക സത്യദൈവമായ അങ്ങയെയും, നിന്നെ എന്നൊക്കെ പറയും വളരെ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന ദൈവത്തെ അങ്ങ് നമ്മളങ്ങ് കണ്ടമാനം അങ്ങ് വിളിക്കുക, ഒരു മയവും ഇല്ലാതെ. ബൈബിൾ അങ്ങ് വായിച്ചപ്പോൾ അങ്ങ് നീ എന്നൊക്കെ അങ്ങ് പറയുക. ഇപ്പോൾ ഇവിടെ നോക്കണം, നമുക്ക് വായിച്ചു വരുമ്പോൾ അത് മാറ്റാങ്കി അങ്ങ് മാറ്റിക്കോണേ. ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യമായ ജീവൻ. ഇതറിഞ്ഞവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ജീവനാണ് നമ്മുടെ മേൽ പകരപ്പെട്ടത്. ഈ ജീവനെ അറിയാതിരിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഭൂമിയിലെ ഭൗമികമായ പലതിലും നമ്മൾ ചുറ്റപ്പെട്ടു പോകും. എന്നാൽ വിടുതൽ കിട്ടുമോ? കിട്ടത്തുമില്ല. തമ്പേറടിയും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ, ഒരു അത്ഭുതവും നടക്കത്തില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. എന്നിലുള്ളവൻ ലോകത്തെ ജയിച്ചവൻ്റെ ആത്മാവാ. ഈ ആത്മാവിനെയാണ് എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. ഈ ആത്മാവിൻ്റെ ശക്തിയാൽ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങപ്പെടും. അങ്ങനെ ബൈബിൾ പറയുന്നേ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന രോഗത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അത് നിങ്ങളെ വിട്ടുമാറുക തന്നെ ചെയ്യും. നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി നിങ്ങളെ വിട്ടുമാറിപ്പോകും. നിങ്ങളെ അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, പത്രോസിനോട് യേശു പറയാ, പത്രോസേ, നീ ഭൂമി കെട്ടുന്നൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെടും. ഇന്ന് പകൽ ആത്മാവിനകത്ത് തിരിച്ചറിയണം, നിങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി എന്നതാണെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ മേൽ പകരപ്പെട്ടത് പിതാവിനെയും അവന്റെ പുത്രനായ യേശുവിനെ അറിഞ്ഞത് തന്നെ നിത്യമായ ജീവനാകുന്നു. അപ്പൊ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ജീവൻ ഏതാ? നിത്യജീവനെയാണ് നമ്മുടെ മേൽ പകരപ്പെട്ടത്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. നമ്മൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടേണ്ടത് ദൈവത്തെയാണ്. നിങ്ങളെ അകത്ത് വിശ്വസിക്കേണ്ടത്, നമ്മൾ അനുസരിക്കേണ്ട ദൈവത്തെയാണ്, മനുഷ്യനെ അല്ല, ദൈവത്തെയാ. അതിനെ നിങ്ങൾ ചുരുട വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പോസ്തല പ്രവൃത്തി എടുത്തു, അതിൻ്റെ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. വീണ്ടും ജനിക്കപ്പെട്ടവരെ കൊണ്ടുവരാൻ പോവാ. ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു? പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരൂശലേമിൽ പാർക്കുന്ന ആണ്ടോ ആ നാട്ടുകാർ പറയുക, വീണ്ടും ജനിക്കപ്പെട്ടവരെ കുറിച്ച് പറയുക, പത്രോസിന് യോഹന്നാനെ കുറിച്ച് പറയുക. ഇവരെന്നാ ചെയ്ത് കഴിഞ്ഞു? ഇവർക്കാർക്കും നിഷേധിക്കാൻ മേലാത്ത അടയാളം ചെയ്തു കഴിഞ്ഞു. ഇത് നിങ്ങളുടെ അകത്ത് പറയണേ, നിഷേധിക്കാൻ മേലാത്ത അടയാളങ്ങൾ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതൽ അറിയണം, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ, ഇവിടെ പറയുന്നു, ഈ മനുഷ്യരെ എന്തു ചെയ്യേണ്ടു? ജനം പറയുക, പ്രത്യക്ഷമായ അടയാളം അവർ ചെയ്തിരിക്കുന്നു. വായിച്ചു. ചെയ്തിരിക്കുന്നു എന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ല. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അറിയണം, രാവിലെ ബൈബിൾ എടുത്തോണ്ട് വേഷം കൊണ്ട് ദൈവസഭയോട് ചേരത്തക്ക വേഷം ഒന്നും കെട്ടിക്കൊണ്ട് വരുന്നതല്ല വീണ്ടും ജനനം. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ, ഒന്നിനെയും ഭയപ്പെടാത്തവൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും കൈകളിൽ നടക്കാൻ പോകുന്നവൻ, ദൈവാത്മാവിന്റെ ശക്തിയിൽ ജീവിക്കുന്നവൻ, മനുഷ്യ ശബ്ദം കേൾക്കാതെ ദൈവ ശബ്ദം കേൾക്കുന്നവൻ, ദൈവികമായ അടയാളമായി ദൈവം തമ്പുരാൻ മാറ്റും. പത്രോസിനെ യോഹന്നാനെ നോക്കിക്കേ. ഇവര് പറയാ, ദേശക്കാര് പറയുക, നമുക്കവനെ നിഷേധിക്കാൻ മേലാത്ത അടയാളങ്ങൾ ചെയ്തു. വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതൽ അറിയണം, ആർക്കും നിഷേധിക്കാൻ മേലാത്ത അടയാളം ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോവുകയാണ്. ഫിലിപ്പോസിനെ നോക്ക്, ശമരിയ പട്ടണത്തിനകത്ത് ആർക്കും നിഷേധിക്കാൻ മേലാത്ത അടയാളങ്ങൾ ചെയ്യുന്നു. നസറേനായ യേശുവിനെ നോക്ക്, ആർക്കും നിഷേധിക്കാൻ മേലാത്ത അടയാളം കാനാവിലെ കല്യാണത്തിന് ചെയ്യുന്നു. വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതൽ അറിയണം, ദേശത്തിനകത്ത് ദൈവം നിന്നെ ആക്കി വെച്ചത് ഒരടയാളമായി തീരുവാനാ. എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഇവിടെ
ഇവിടെ പത്രോസിനെ യോഹന്നാനെ പറയുന്നു, സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കൽ ഒരു അത്ഭുതം ചെയ്തു. അവർ ചെയ്തത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. നിങ്ങൾ കൈക്കൊണ്ടത് യേശുവിന്റെ നാമമാണെങ്കിൽ ആ യേശുവിന്റെ നാമം ആ ദേശത്തോട് പ്രസംഗിക്കേണ്ടത്, ആ സുവിശേഷമാണ് പറയേണ്ടത്. അതുകൊണ്ട് ഇവിടെ ബൈബിൾ പറയുന്നു, ആമി പത്രോസിനെ യോഹന്നാനെ കണ്ടിട്ട് പറയുന്നു, ആമി യെരുശലേമിൽ മുഴുവൻ വാർത്തയായി കഴിഞ്ഞിരിക്കുന്നു. ഇവരെന്താണെന്ന്, ഇവർ വീണ്ടും ജനിക്കപ്പെട്ടവരാ. ഇവരെ നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന് നിഷേധിക്കാൻ മേലാത്ത ഒരടയാളമാണെങ്കിൽ ഇന്ന് ഈ ദൈവസഭയ്ക്കകത്തിരുന്നോണ്ട് വിളിച്ചു പറയണം, ആർക്കും നിഷേധിക്കാൻ മേലാത്ത ഒരടയാളമായി ദൈവം എന്നെ മാറ്റുമെന്ന്. ആർക്കും നിഷേധിക്കാൻ മേലാത്ത ഒരടയാളമായി ദൈവം എന്നെ മാറ്റുമെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. എന്താണ് വീണ്ടും ജനനപ്പിക്കപ്പെടുന്നത്? നിങ്ങൾ അകത്തു നെല്ലുവണ്ണം അറിയാണ്. യോനായെ നോക്കണം. യോനായെ ദൈവം തമ്പുരാൻ വിളിച്ചു വേർതിരിക്കുമ്പോ യോന പോകുന്നു. 3 ദിവസം ഹല്ലേലൂയ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്നവൻ. 3-ാമത്തെ ദിവസം അവൻ ചെന്ന് അവനെ കരയിൽ അവനെ ഛർദ്ദിച്ചിടുമ്പോ അവനെ ദൈവം വിളിക്കൊത്തവണ്ണം അവനൊരു പട്ടണത്തിലേക്ക് ചെല്ലുകയാണ്. തർശീസിലേക്ക് ഓട്ടിപ്പോയവൻ നിന്നവ പട്ടണത്തിൽ ചെന്ന് പ്രസംഗിച്ചപ്പോ ആ ദേശം മുഴുവൻ മാനസാന്തരപ്പെടുവാൻ ഇടയായി. ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ അറിയണം, വീണ്ടെടുക്കപ്പെട്ട വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതൽ, നിന്റെ വായിക്കൂടെ വരുന്ന വാക്കിനാൽ ദേശങ്ങൾ വിടുവിക്കപ്പെടുവാൻ തുടങ്ങും. അനേകർക്ക് മാനസാന്തരം ഉണ്ടാകും. യേശു വന്നത് മാനസാന്തരപ്പെടുവി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യോന പറഞ്ഞു തുടങ്ങിയപ്പോ നിനവേക്കാര് ദൈവത്തെ അറിഞ്ഞും ഒരു മാനസാന്തരപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ അറിയണം, നിന്നിൽ കൂടെ ദേശത്തിനകത്ത് ദൈവം അടയാളങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈജിപ്തിന് അടിമത്തത്തിൽ കിടന്ന മിസ്രൈം ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി മോശയെ ദൈവം വിളിച്ചിറക്കി. മോശയെ ദൈവം തമ്പുരാൻ വിളിച്ചിറക്കി. മോശ ജനത്തെ നടത്തുവാൻ തുടങ്ങി. ഒരു ചെങ്കടലിന്റെ വാതിക്കൽ വന്ന് നിന്നു. അവിടെ നിന്നുകൊണ്ട് പറയുന്നു, നിന്റെ പിതാക്കന്മാരെ കുറിച്ച് പറയുക. 1 കൊരിന്ത്യരുടെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ വെള്ളത്തിലും ആത്മാവിലും അവർ സ്നാനപ്പെട്ടവരാ. അവർ വീണ്ടും ജനിക്കപ്പെട്ടു. ചെങ്കടൽ കടക്കപ്പെടുമ്പോ അവർ വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. അവരെ കുറിച്ച് പറയുന്നു, അവർ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ അകത്തറിയണം. എന്താണ് ദൈവത്തിന്റെ വിളിയെ തിരിച്ചറിയണം. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ വിളിയെ തിരിച്ചറിയണം? 2, തന്റെ കൂടെ നിൽക്കുന്ന ജനത്തിന് വേണ്ടി ചെങ്കടലിന്റെ വാതിക്കൽ നിന്ന് ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നവനായി മാറണം. ഹല്ലേലൂയ. അവിടെ പക്ഷപാതം ചെയ്ത് ചെങ്കടലിനെ ദൈവം തമ്പുരാൻ വിഭവിക്കുമ്പോ അതിനകത്തൂടെ ജനത്തെ കടത്തി അക്കരെ ദേശത്ത് ചെല്ലുമ്പോ ദൈവത്തെ ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ കാണാം. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം മോശയും യോനായി നടന്നത് ഹല്ലേലൂയ ഒരു നിഴലാണെങ്കിൽ പൊരുൾ തിരിച്ച് ഒരുവനുണ്ട്, അതെന്റെ കർത്താവാണ്. ഇന്ന് പകൽ വിളിച്ചു പറയണം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും അവന്റെ ദൈവ മക്കളായി മാറുവാൻ, ഇന്ന് പകൽക്കാലം ദൈവ മക്കളായി മാറുവാൻ. ഇസ്രായേൽ ജനത്തെയാണ് മോശ നടത്തിയെങ്കിൽ അർഹതയില്ലാതിരുന്ന എന്നെ ഇന്ന് പകൽക്കാലം യേശുവിനെ കൈക്കൊണ്ടപ്പോ ഞാൻ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ മകനായി മാറിയെങ്കിൽ, അന്ന് അവനോട് കൃപ ചെയ്തെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ ആയിരിക്കുന്ന ദേശത്തിനകത്ത് ഞാൻ ഒരു അടയാളമായി മാറും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുമെന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഇന്ന് പകൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതൽ അറിയണം, ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവി നടത്തപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലുണ്ട്. അവരുടെ പേര് അനന്യാസ് എന്ന സഫീറ. അനന്യാസ് 2 പേര്. അവർ വീണ്ടും ജനിക്കപ്പെട്ടതാ. അവരേത് സഭയോട് ചേർന്ന് നിന്നതാ? പത്രോസിന്റെ സഭയോട് ചേർന്ന് നിന്നതാ. ഹല്ലേലൂയ. അവർ വീണ്ടും ജനിക്കപ്പെട്ട. അവിടെ പറയുന്നു, അവർ ഹല്ലേലൂയ ദൈവാത്മാവിന് എതിരായി വ്യാജം സംസാരിച്ചു. ഹലോ. വീണ്ടും ജനിക്കപ്പെട്ടെന്ന് പറയുന്ന ജനം, അനന്യാസ് സഫീറയും 2 പേര്, അവര് എന്തിനെതിരായി? ദൈവാത്മാവിന് എതിരായി. നോക്കണേ, ആരായി വിളിക്കപ്പെട്ടവർ? വീണ്ടും ജനിക്കപ്പെട്ടവർ. അപ്പോൾ ഇവർ ജനിക്കപ്പെട്ട ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നു. എത്ര നാള് കൊണ്ട് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും അവരിൽ എന്ത് ചെയ്തിട്ടില്ല? രൂപാന്തരം വന്നിട്ടില്ല.
അവരെ നയിക്കുന്നത് ഏതാത്മാവാ? ജഡത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് പറയുന്നു, പത്രോസ് പറയുന്നു, നീ പരിശുദ്ധാത്മാവിനോടാണോ നീ വ്യാജം സംസാരിക്കുന്നത്? ആ സമയത്ത് തന്നെ അവർ പുറകോട്ട് മറിഞ്ഞു വീണ് മരിച്ചുപോയി എന്ന് പറയുന്നു. അപ്പം നമ്മുടെ അകത്തറിയണം, ദൈവത്തിൻ്റെ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതൽ ആർക്ക് കീഴ്പ്പെട്ട് നടക്കണം? ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ടവരാകണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ടവനും ആത്മാവിൻ്റെ ശക്തിയിൽ നടത്തപ്പെടുന്നവനും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നവനുമായി മാറണം. ഹല്ലേലൂയ. എങ്ങനെയുള്ളവരെയാണ് ദേശത്തിനകത്ത് ദൈവം ഹല്ലേലൂയ അടയാളമാക്കി വെക്കുന്നത്? നിങ്ങൾ പിടികിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ അകത്തറിയണം, നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവിനെ നടത്തപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ദേശത്തിനകത്ത് ദൈവം ഒരടയാളമാക്കി മാറ്റും. ജാതികളുടെ മധ്യത്തിൽ ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പട്ടണങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് ഓടി വരുവാൻ കാരണമായി തരും. വീണ്ടും ജനിക്കപ്പെട്ടവനാണോ എന്ന് നിങ്ങളുടെ അകത്തുനിന്ന് ചിന്തിച്ചോണം. ഹല്ലേലൂയ. അനന്യാസിന്റെ മേൽ പകരപ്പെട്ട, സഫീറയുടെ മേൽ പകരപ്പെട്ട ആത്മാവാണോ നിങ്ങളെ നയിക്കുന്നത്? അതോ ഫിലിപ്പോസിന്റെ മേൽ പകരപ്പെട്ട, പത്രോസിന്റെ മേൽ പകരപ്പെട്ട, യോഹന്നാന്റെ മേൽ പകരപ്പെട്ട, നസറനായ യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവാണോ നിങ്ങളുടെ മേൽ നയിക്കുന്നെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു പോകണം. അതുകൊണ്ട് ബൈബിൾ പറയുന്ന പ്രകാരത്തിൽ ആർ യു ബോൺ അഗൈൻ? നിങ്ങളിപ്പോൾ ഹല്ലേലൂയ വീണ്ടും ജനിക്കപ്പെട്ടവരാണോ? ഹലോ, എത്ര പേര് ധൈര്യത്തോടെ വിശ്വാസത്തോടെ വിളിച്ചു പറയും ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടവനാന്ന്? ഹല്ലേലൂയ. ഉപേക്ഷിക്കപ്പെട്ടതിനെ, ചിലതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിന്നെ ദേശത്ത് അടയാളമാക്കും. ഹല്ലേലൂയ. ചില മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ അത് മാറ്റിക്കൊണ്ടുവരാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകലൊരു ദേശത്തിനകത്ത് ദൈവം അടയാളമാക്കും. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിനകത്ത് ഹല്ലേലൂയ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്. ഒന്ന് വായിക്കാവോ ബ്രദറെ? ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പൗലോസ് പറയാ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നത് എൻ്റെ കർത്താവിന് വേണ്ടിയാ, മരിക്കുന്നത് ലാഭമാ. എന്നിട്ട് പറയും, എന്നിട്ട് 22-ാമത്തെ വാക്യം, എന്നാൽ ജഡത്തിൽ ജനിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ. ജഡത്തിൽ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല. പൗലോസ് പറയുന്നു, ഈ ശരീരം വിട്ട് അവനോടുകൂടി ഞാൻ വസിപ്പാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു. എങ്കിലും ദൈവം എന്നെ ഏൽപ്പിച്ച വേലയ്ക്ക് ഞാൻ വിശ്വസ്തയോടെ നിൽക്കും. ഇന്ന് ദൈവസഭ അറിയേണ്ടതാ, ഞാൻ ആയിരിക്കുന്നിടത്തോളം കാലം ദൈവസഭയ്ക്ക് വിശ്വസ്തയോടെ നിൽക്കും. ഞാൻ ദൈവത്തിന് വിശ്വസ്തയോടെ നിൽക്കും. ഇതാണ് വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ അകത്തറിയേണ്ടത്. ഹല്ലേലൂയ. സ്തേഫാനോസിനെ നോക്കിക്കേ. സ്തേഫാനോസിനെ പേപ്പാനോസിന്റെ 7 അപ്പോസ്തല പ്രവൃത്തി 7:54 വരും. എടുക്കണമെന്നില്ല, എഴുതിയിട്ടാൽ മതി. 54 വരെ സ്തേഫാനോസ് കല്ലെറിയപ്പെടാൻ പോകുക. കല്ലെറിയപ്പെടാൻ പ്രതിസന്ധിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗം തുറക്കുന്നത് അവൻ കാണുവാനിടയായി. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഇരിക്കുന്ന ഒരു കാഴ്ച അവൻ കണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നടത്തുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്ക് വേണ്ടി പ്രതിസന്ധിയുടെ മുന്നിൽ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. ഇന്ന് പകൽക്കാലം നിന്നെ നിന്ദിച്ചവരുടെ മുന്നിൽ, പരിഹസിച്ചവരുടെ മുന്നിൽ, നിന്നെ മോശമെന്ന് പറഞ്ഞവരുടെ മുന്നിൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? നിന്റെ കഷ്ടതയുടെ മുമ്പിൽ, നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ പറയുന്നു സകല വാതിൽ നിന്റെ മുൻപിൽ അടഞ്ഞു. മനുഷ്യൻ പറഞ്ഞു സകല വാതിൽ നിന്റെ മേൽ അടയപ്പെട്ടു. ഇനി ഒരു രക്ഷയുമില്ല, ഈ കുടുംബത്തെ വിടുവിക്കാൻ ആരുമില്ല, ഇനി ഇവരുടെ തലമുറ രക്ഷപ്പെടത്തില്ല എന്ന് ലോകം പറയുമ്പോ അതിന്റെ മുന്നേ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഓ, വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. സ്വർഗത്തേക്ക് നോക്കുമ്പോ സ്വർഗത്തിലെ ദൈവ വാതിലുകളെ തുറന്നു കാണിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നീ രക്ഷിക്കപ്പെട്ടവനാണോ? നീ വീണ്ടും ജനിക്കപ്പെട്ടവനാണോ? നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വാതിലുകളെ തുറക്കും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പിശാചിന്റെ ലക്ഷ്യം അറക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനും ആണെങ്കിൽ എന്റെ ദൈവത്തിന്റെ ലക്ഷ്യം സമൃദ്ധിയായി അവന്റെ ജീവനെ പകരുവാനാ. ഇന്ന് പകൽക്കാലം നീ ഭവനത്തെ കുറ്റം
പറയല്ല. നിന്റെ സഭയെ കുറ്റം പറയല്ല. നീ ആയിരിക്കുന്ന ഭവനത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ നീ കുറ്റം പറയരുത്. നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, യഥാർത്ഥത്തിൽ നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ഒരു വാതിലും നിന്റെ മുന്നിൽ അടയത്തില്ല കുഞ്ഞെ. ദൈവം നിന്നോട് കൂടെ ഇരിക്കുക. എവിടെയോ നടക്കാതിരിക്കുന്നെങ്കിൽ, എവിടെയോ വാതിൽ തുറക്കാതിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ഒരു മാനസാന്തരം ആവശ്യമാണ്. യേശു വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുവി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെട്ടവന്റെ അടയാളമാണ് അവൻ മാനസാന്തരപ്പെട്ടവനാണ്. അവൻ ദൈവരാജ്യത്തിന്റെ ഉടമ്പടിക്കകത്തുള്ളവനാണ്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട് ഇന്ന് ഈ പകലിൽ? ഹല്ലേലൂയ. യേശു കർത്താവിന്റെ യേശുവിനോട് നിക്കോദീമോസ് പറയുന്നു, നീ സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ, നീ സ്വർഗത്തിന്റെ ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു, ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഈ അടയാളങ്ങൾ നിനക്ക് ചെയ്യുവാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ഇറങ്ങിപ്പുറപ്പെടുകയെ, ഭൂതങ്ങൾക്ക് നിങ്ങൾക്ക് കീഴടങ്ങപ്പെട്ടോ, മരിച്ചവരെ ഉയർപ്പി, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം അത് ചിലരോടല്ല, രക്ഷിക്കപ്പെട്ട മുഴുവൻ ജനത്തോടെയാ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവവും. വീണ്ടും ജനിക്കപ്പെട്ടൊരു ദൈവ പൈതൽ അറിയണേ, ഈ വാക്ക് നിങ്ങളുടെ അകത്ത് കുറിച്ചു വെച്ചോണം. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടതാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടെന്ന് ഞാൻ പറയത്തില്ല, യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടവനാണെങ്കിൽ, എല്ലാം വീണ്ടും ജനിക്കപ്പെട്ടതാണ്. പെന്തിക്കോസ് സഭയിൽ നിൽക്കുന്ന തുള്ളിച്ചാടുന്ന മുഴുവൻ പെന്തിക്കോസുകാരും വീണ്ടും ജനിക്കപ്പെടാം. ഞാനതല്ല ചോദിച്ചേ, യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടതാണെങ്കിൽ. അതുകൊണ്ടാണല്ലോ അമ്മയും പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശോധന. എന്തൊരു ചോദ്യമാണ് ചോദിച്ചേ. വിശ്വസിച്ച് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവനെന്ന് പറയുന്ന എന്നോട് ചോദിക്കുക, നീ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിന്നെ ഒന്ന് ശോധന ചെയ്തോളാൻ. ഇവിടെ പറയുക, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടവനാണെങ്കിൽ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും, പിടികിട്ടുന്നുണ്ടോ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനാ. യഥാർത്ഥത്തിൽ ആണോ പറയാൻ പറ്റുന്നുണ്ട് യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടവനാണെന്ന്? ചില സമയത്തൊക്കെ വീണ്ടും ജനിക്കപ്പെടാം, ചില സമയത്തൊക്കെ. ചിലപ്പോൾ ഞാൻ കർത്താവിന് തുല്യനാ, ചിലപ്പോഴോ ഇങ്ങനെ നിൽക്കുന്ന ആരും അങ്ങോട്ട് പോകത്തില്ല. സമ്പത്തിനെ പ്രസംഗിക്കുന്നവനും പോകത്തില്ല. സമ്പത്ത് യേശുവാണ്. ഹല്ലേലൂയ. ദേശത്ത് യേശു പറയുവാൻ കർത്താവ് ആപ്പിച്ചേക്കുന്നത് എന്നറിയോ? നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാവുകയും. പിടികിട്ടിയോ? ഈ ദൈവത്തെ പ്രസംഗിക്കുന്നവൻ, ഈ കർത്താവിനെ പ്രസംഗിക്കുന്നവൻ, അവനോട് പറയുക, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ നിരാശപ്പെടുന്ന സകലയിടത്തും ദൈവപ്രവൃത്തി വെളിപ്പെടും. യേശു സ്വർഗത്തിൻ്റെ ആത്മാവിനാൽ കാനാവിലെ കല്യാണത്തിന് അത്ഭുതങ്ങൾ ചെയ്തു. യേശുവിൻ്റെ മേൽ വ്യാപരിച്ച് ആത്മാവിനാൽ പത്രോസിൻ്റെ പടകിനെ നിറച്ചു. യേശുവിൻ്റെ മേൽ വ്യാപരിച്ച് അതേ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ മുടന്തന്മാരെ സൗഖ്യമാക്കി. യേശുവിൻ്റെ മേൽ പകരപ്പെട്ട ആത്മാവിനാൽ ഹല്ലേലൂയ കടലിൻ്റെ മീതെ അവൻ നടന്നു. ഇന്ന് പകൽക്കാലം പറയുന്ന അതേ ആത്മാവിനെ കല്ലറകളെ ഭേദിച്ചവൻ പുറത്തു വന്നെങ്കിൽ
ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അതേ ആത്മാവിനാൽ എന്നെ മുദ്രയിടപ്പെട്ടിരിക്കുന്നു, അതേ പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം അകത്തുനിന്ന് ചോദിക്കണം, ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണോ? ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്തിരുന്നോണ്ട് ചോദിക്കണം, കർത്താവ് യഥാർത്ഥത്തിൽ ഞാൻ നിന്നെ കൈക്കൊള്ളവനാണോ? ഇന്ന് പകൽക്കാലം അവനെതിരായിട്ട് നിങ്ങൾ ഓർത്ത് നോക്കിയേ. ഹല്ലേലൂയ. അവനെതിരായിട്ട് സംസാരിച്ച വാക്ക് നിങ്ങൾ അറിയുന്നുണ്ടോ? ആമേൻ. മരുഭൂമിക്കകത്തൂടെ നടന്നു വന്ന ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം, മോശയോട് കൂടെ നടക്കുമ്പോ അവൻ പിതാക്കന്മാർ 1 കൊരിന്ത്യർ 10 അധ്യായത്തിന് 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, അവർ വെള്ളത്തിലും ആത്മാവിലും സ്നാനപ്പെട്ടവർ, യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടവർ. മോശയ്ക്കും ജനത്തിനും ദൈവത്തിനും എതിരായി മറുതലിപ്പ് പറഞ്ഞപ്പോ അവരെ ആ മണ്ണിനകത്ത് ദൈവം തകർത്തു കളഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഇറങ്ങണം. ദൈവം വിളിച്ചവൻ തകരുവാൻ വേണ്ടിയല്ല, ദൈവം വിളിച്ചത് കനാനിൽ എത്തിക്കുവാൻ വേണ്ടിയാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അകത്തറിയ, നീ വീണ്ടും ജനിക്കപ്പെട്ട യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ സ്വർഗത്തിലെ സകല അനുഗ്രഹവും, സ്വർഗത്തിലെ ഇവിടെ പറയുന്നു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനാണ്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വഴി അടയപ്പെട്ടു പോയോ? ഞാനാ കാരണക്കാരൻ. തുറവി എൻ്റെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ, നന്മ എൻ്റെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ, എൻ്റെ വാതിലുകൾ അടഞ്ഞു പോകുന്നെങ്കിൽ എൻ്റെ നാവായിരിക്കാം, ഹല്ലേലൂയ, എൻ്റെ വിശ്വാസമില്ലായ്മയായിരിക്കാം, എനിക്ക് ദൈവത്തോടുള്ള മറുതലിപ്പായിരിക്കാം, എൻ്റെ അനുഗ്രഹത്തെക്കാൾ ഇന്ന് ഞാൻ പകലും ഞാൻ വിളിച്ചു പറയാം, ഒരുവൻ യേശുവിൻ്റെ അരികിൽ വന്നാൽ അവന് വരുന്നത് മുഴുവൻ നന്മയെ വരത്തുള്ളൂ. ഹല്ലേലൂയ. അവനെ പരീക്ഷിക്കുന്നവനല്ല ദൈവം. ഹല്ലേലൂയ. അവൻ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവനാണെങ്കിൽ അവന് വേണ്ടി ഒന്നൊന്നായി വാതിലുകളെ തുറന്നു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം, അതോടെ ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 17-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവൻ എന്നോട്, നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്ക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. വായിച്ചു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണൻ ആകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. അവന് ഏറ്റവും ദുഃഖമുണ്ടായത് ഇന്ന് പകൽക്കാലം അകത്തറിയണം. ചിലതിനെയാണ് നീ ജീവിതത്തിൽ പിടിച്ചിരിക്കുന്നെങ്കിൽ അതിനെ വിടാൻ റെഡിയാകണം. ഇവിടെ പറയുന്നു, ഇവൻ വന്നെല്ലാം പറഞ്ഞു, ദൈവത്തോടെല്ലാം ഞാൻ അനുസരിക്കുന്നവനാ, പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട്, ഇവനേറിയ സമ്പത്തുള്ളവനെന്ന് ദൈവം അറിഞ്ഞിട്ട് പറഞ്ഞു, ഇതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ അനുഗമിക്കുക. അവനേറിയ സമ്പത്തുള്ളവനാകയാൽ അവൻ ദുഃഖത്തോടെ മടങ്ങിപ്പോയി. ഇന്ന് നിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് യേശുവായി മാറണം. വീണ്ടും ജനിക്കപ്പെട്ടൊരു ദൈവ പൈതൽ അറിയണം, ഏറ്റവും വലിയ സമ്പത്ത് ദൈവമായി മാറണം. അതുകൊണ്ട് ഇന്ന് പകലിൽ പറയണം, സമ്പത്തിനെ അല്ല പ്രസംഗിക്കേണ്ടത്, യേശുവിനെയാ. ദൈവസഭ ഒരിക്കലും സമ്പത്തിനെ പ്രസംഗിക്കല്ലേ. ദൈവസഭ ഒരിക്കലും ജഡത്തിൽ പ്രസംഗിക്കരുത്, ആത്മാവിൽ പ്രസംഗിക്കണം. ആരെക്കുറിച്ച് പറയണം? യേശുവിനെ കുറിച്ച് പറയണം. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് പറയുന്നിടത്ത് ആത്മീയ അനുഗ്രഹങ്ങളുണ്ടാവും. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്താൽ സംഭവിക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവേ വീണ്ടും ജനിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിൻ്റെ അകത്ത് വ്യക്തതയോടുകൂടെ അറിയണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ മേലുള്ളത്. ഹല്ലേലൂയ. എത്ര പേര് അറിയുന്നു? ഹല്ലേലൂയ. നിങ്ങളെ ആരാൽ തെരഞ്ഞെടുക്കപ്പെട്ടവര്? വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതൽ ആരാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ?
നിങ്ങൾക്ക് സംശയമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 15:16 വേണേ എടുത്തോ ബ്രദറെ, അവിടെ നിന്ന് എടുത്ത് പ്രാർത്ഥിച്ചേക്കാം. നിങ്ങൾക്കൊരു സംശയം വരണ്ട. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ദൈവം ആരെ തിരഞ്ഞെടുത്തു? പറയാൻ പറ്റൂ എന്നെ തിരഞ്ഞെടുത്തെന്ന്? ദൈവം തിരഞ്ഞെടുത്തതാ. ഈ ഉറപ്പ് ആർക്കകത്ത് വേണം? അല്ലോ, ദൈവം എന്നെ തിരഞ്ഞെടുത്തേ. പലരും സുവിശേഷം പറഞ്ഞാൽ കേട്ട് കാണും, പക്ഷേ തിരഞ്ഞെടുപ്പ് ആരുടെ കയ്യിലാണ്? ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത്. നിങ്ങളുടെ അകത്തൊരു ഉറപ്പ് വരണം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്നിട്ട് പറയാം, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ ഫലം കായ്ക്കുവാൻ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എങ്ങനെ ഫലം കായ്ക്കുന്നേ? ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനാൽ. നിക്കോദീമോസ് വന്നിട്ട് യേശുവിനോട് പറയുന്നു, ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഈ അടയാളം നിനക്ക് ചെയ്യുവാൻ പറ്റത്തില്ല. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിനകത്ത് നിൽക്കുന്നു. ഫിലിപ്പോസിൻ്റെ കൈകളിൽ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അവർ പറയുന്നു, ദൈവം ഫിലിപ്പോസിനോട് കൂടെ ഇരിക്കുന്നു. പത്രോസ് യോഹന്നാന് സുന്ദരം എന്ന ഗോപുരത്തിൻ്റെ വാതിക്കൽ അത്ഭുതം ചെയ്തപ്പോൾ വീണ്ടും അവർ പറയുന്നു, ആർക്കും നിഷേധിക്കാൻ മേലാത്ത അടയാളങ്ങൾ ഇവർ ചെയ്തു. ദൈവം ഇവരോട് കൂടെ ഇരിപ്പുണ്ട്. ഇന്ന് പകൽക്കാലം വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അറിയണം, നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് ആത്മാവിനകത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, റിയലായിട്ട് നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണോ? റിയലായിട്ട് ജനിക്കപ്പെട്ടവൻ്റെ അകത്ത് ആരോടും കുശുമ്പ് കാണത്തില്ല. റിയലായിട്ട് ജനിക്കപ്പെട്ടവൻ ഒരു നന്മ കണ്ടാൽ ഒരു അസൂയ തോന്നത്തില്ല. അല്ല, നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചൊരവൻ അനുഗ്രഹിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് അവനോട് ഒന്നും ഒരു തോന്നത്തില്ല. കർത്താവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തത്തേ ഉള്ളൂ. നിങ്ങളുടെ അകത്ത്, ഹല്ലേലൂയ, നിങ്ങളുടെ അകം ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരായി മാറണം. ക്രിസ്തുവിൻ്റെ അതേ ഭാവമുള്ളവരായി മാറണം. എന്തിനു വേണ്ടി? ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനാ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. പരിശുദ്ധാത്മാവിനാ നിങ്ങളുടെ തിരിച്ചറിയണം, ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടോ? കൂടെ ഇരിക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ടെങ്കിൽ അറിയണം, ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടിട്ടില്ല. വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ കൂടെ ദൈവമുണ്ട്. അല്ലോ, എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ കൂടെ ദൈവമുണ്ട്. അവൻ ദേശത്തിനകത്ത് അടയാളമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടല്ലേ. നിങ്ങൾ പലതിനെക്കുറിച്ച് വേവലാടപ്പെടുന്നത്, ഇന്നൊന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സ്വർഗം നിങ്ങളെ വിളിച്ചതാണ്. നിങ്ങൾ ബോധ്യം വരുന്നുണ്ടോ? വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതൽ അറിയണം, ദൈവം എന്നെ വിളിച്ചതാണെങ്കിൽ എൻ്റെ റൂട്ട് മാപ്പ് അവൻ്റെ കയ്യിലുണ്ട്. എൻ്റെ റൂട്ട് മാപ്പ് അവൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. അവൻ വേണ്ട വിധം തന്നെ ഉപയോഗിക്കുക. ഇന്ന് ചില കഷ്ടതയ്ക്കൂടൊക്കെ ഞാൻ പോകുന്നുണ്ടെങ്കിലും അടുത്ത നാളിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവന് സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് അവനെന്നെ നയിക്കുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിലാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? യഥാർത്ഥത്തിൽ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണോ? യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ കൂടെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അവർക്ക് പ്രസംഗിച്ചു പോകാനൊന്നും അല്ല അവരെ ദൈവമാക്കിയേക്കുന്നത്, അത്ഭുതം ചെയ്യുവാൻ വേണ്ടിയാ. പത്രോസ്, യോഹന്നാൻ, യാക്കോബിനെയും ഒക്കെ നിങ്ങൾ നോക്ക്, അപ്പോസ്തലന്മാരെ നോക്ക്. അവർ ചെല്ലുന്നിടത്ത് മുഴുവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായിരുന്നു. അവർ യേശുവിനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം മരണം വീണ്ടും യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലിന്റെ കൈകളിൽ അത്ഭുതങ്ങളുണ്ട്. നിങ്ങളുടെ കൈകളിൽ അത്ഭുതം നടക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ ഒരു ചേഞ്ച് ആക്കിക്കോണം. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറഞ്ഞോണം, ഈ ദിവസങ്ങളിൽ കർത്താവ് നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. ഞങ്ങളുടെ ചാർച്ചക്കാരുടെ ഞാൻ ഒരു അടയാളമാകാൻ പോവുക. ദേശത്തിനകത്ത് ഞങ്ങളൊരു അടയാളമാകാൻ പോവുക. ഹല്ലേലൂയ. അബ്രഹാം ചാർച്ചക്കാരുടെ ഒരു അടയാളമായിരുന്നു. പത്രോസ് അങ്ങനെ തന്നെയായിരുന്നു. യോഹന്നാൻ അങ്ങനെ തന്നെയാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവി വിളിച്ചു പറഞ്ഞു, ഞാൻ
ഞാൻ ദേശത്തിനകത്ത് ഒരടയാളമായി മാറുക തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല പ്രതിസന്ധിയെ ഞാൻ ചാടി കടക്കും. ആമി യേശുവിന്റെ നാമത്തിൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവപൈതൽ പറഞ്ഞ ഈ പ്രതിസന്ധി യേശുവിന്റെ നാമത്തിൽ ഞാൻ ചാടി കടക്കുക തന്നെ ചെയ്യാം. ആമി എനിക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ, ദൈവം എനിക്ക് വേണ്ടി ചില വൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണുന്ന രോഗത്തെ ഞാൻ ഭയപ്പെടത്തില്ല, ഇന്ന് കാണുന്ന കടഭാരത്തെ ഞാൻ ഭയപ്പെടത്തില്ല, ഇന്ന് കാണുന്ന നിന്നെ ഞാൻ ഭയപ്പെടത്തില്ല. ദൈവം എനിക്ക് വേണ്ടി പട്ടണത്തിന്റെ വാതിൽ എനിക്ക് വേണ്ടി ദൈവ തനിയെ തുറക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ അകത്തറിയണം, യഥാർത്ഥത്തിൽ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടതാണെങ്കിൽ ദേശത്തിനകത്ത് നിങ്ങളൊരു അടയാളമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആമേൻ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കപ്പെടും. നിങ്ങൾക്ക് പറയുവാനുള്ള ഒരുവൻ്റെ നാമമേ ഉള്ളൂ, യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാൻ്റെ 1:12 പറഞ്ഞേ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാ. നിങ്ങൾ ദൈവമക്കളാണെന്ന് നിങ്ങളുടെ അകത്ത് ബോധ്യമുണ്ടെങ്കിൽ സ്തോത്രത്തോടെ സ്വർഗത്തെ അറിയിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധിയും ഈ പകല് ദൈവം മാറ്റിക്കളയും. നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം തമ്പുരാൻ മാറ്റിക്കളയുക. ദൈവം പുതിയ പദ്ധതികളെ ഒരുക്കും. എത്ര പേര് വിശ്വസിക്കുന്നവരെല്ലാം കണ്ണുകളെ ഒന്ന് അടച്ചേ. ഫാദർ, ഐ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, യഥാർത്ഥത്തിൽ ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടവനാണോ? ഹല്ലേലൂയ. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേ, കർത്താവേ, യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണോ? നമ്മൾ പോകുന്നത് ഇണയില്ല പിണ കൂടുവാനാണോ? ഹല്ലേലൂയ. നമ്മൾ വിശ്വാസിക്ക് അവിശ്വാസിയുമായ ഒരു ബന്ധം വേണ്ടെന്ന് ദൈവം പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയണം, നിന്റെ കൂട്ടാരുമായിട്ടാ നീ പോയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയണം, ആമീ, യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ കുറിച്ച് വ്യക്തതയോടെ പറയുന്നത് സങ്കീർത്തനത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളാ. അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ ആലോചന കേട്ട് നടക്കുന്നവനല്ല, പാപിയുടെ ഇരിപ്പിടത്തിൽ പോയിരിക്കുന്നവനല്ല, ആറ്റരികത്ത് തക്ക കാലത്ത് ബലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കുമെന്നാ ദൈവവചനം പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഫലം കായ്ക്കുന്ന വൃക്ഷമായി മാറണമെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവികമായ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് കർത്താവ്. ഇവരുടെ ജീവിതത്തിനകത്ത് വൻകാര്യങ്ങൾ ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരം നീട്ടണം. ഈ ദിവസങ്ങൾ ഇവർക്ക് വേണ്ടി വലിയ തുറവികൾ ദൈവം തുറന്നു കൊടുക്കട്ടെ. ഇവർ നിരാശപ്പെടുന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. 2024 ഇവരോട് ദൈവം ചെയ്ത സകല വാഗ്ദത്തങ്ങളും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രനാം യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു തുറവിയെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കട്ടെ. ഇവർ വിശാലതയിലേക്ക് ദൈവം മാറ്റട്ടെ, അത്ഭുതത്തിലേക്ക് ദൈവം മാറ്റട്ടെ, ഒരു വിടുതലിലേക്ക് ദൈവം മാറ്റട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രാനാം യേശുവിൻ്റെ നാമത്തിൽ ഇവർ വർധനവിരാൽ വർദ്ധിക്കട്ടെ, ഇവർ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ.